ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിപണിയായി മാറിയിരിക്കുന്ന ദുബൈയിൽ വീട് വാങ്ങാൻ അതിസമ്പന്നർ എത്ര മുടക്കുന്നു? ശരാശരി 275 കോടി രൂപയെന്ന് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി സ്ഥാപനമായ നൈറ്റ് ഫ്രാങ്ക്. ഇത്തരത്തിൽ 435 വിൽപ്പനകൾ കഴിഞ്ഞ വർഷം മാത്രം നടന്നുവെന്നാണ് കണക്ക്. വാങ്ങുന്നവരുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനം ഇന്ത്യക്ക്. വ്യവസായി ലക്ഷ്മി മിത്തൽ ദുബൈയിൽ വീട് വാങ്ങിയത് 830 കോടി രൂപയ്ക്ക്. മലയാളികൾക്ക് കാശുപോയ കഥ കൂടി വരുന്നുണ്ട് ദുബൈയിൽ നിന്ന്. ഗൾഫ് ഫസ്റ്റ് കൊമേഴ്സ്യൽ ബ്രോക്കേഴ്സ് എന്ന സ്ഥാപനം നിക്ഷേപകരെ ചതിച്ച് രായ്ക്ക് രാമാനം മുങ്ങി. ലക്ഷങ്ങളും കോടികളും പോയവരുണ്ടെന്ന് റിപ്പോർട്ടുകൾ. മലയാളി തുടങ്ങിയതെന്ന് കേരളത്തിന് അഭിമാനിക്കാവുന്ന ലീല ഹോട്ടൽസ് ഓഹരി വിപണിയിലേക്ക്. പ്രാരംഭ ഓഹരി വിൽപ്പന 26 മുതൽ. കാനഡയിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഷ്ലോസ് ബാംഗ്ലൂർ ആണ് ഇപ്പോൾ ലീല ഹോട്ടൽസ് ഗ്രൂപ്പിന്റെ ഉടമകൾ. നിർമ്മിത ബുദ്ധിയുടെ മേഖലയിൽ പുതിയ കണ്ടെത്തലുകൾ അവതരിപ്പിച്ച് കാലിഫോർണിയയിൽ ഗൂഗിളിന്റെ വാർഷിക ഡെവലപ്പർ മീറ്റ്. ഗൂഗിൾ സെർച്ചിൽ AI മോഡ്, ജെമിനിയിൽ ഡീപ് തിങ്ക്, ആൻഡ്രോയിഡ് സ്മാർട്ട് ഗ്ലാസ്, ഗൂഗിൾ മീറ്റ് തർജ്ജിമ എന്നിങ്ങനെ നീളുന്ന സൗകര്യങ്ങൾക്ക് പക്ഷേ പണം മുടക്കണം. ചില സേവനങ്ങൾ ഉടനടി ഇന്ത്യയിൽ ലഭ്യമല്ല. US-ന്റെ ചുങ്കപ്പിടിവാശിയും ആഗോള വ്യാപാര പ്രതിസന്ധിയും നേരിടാൻ ഇന്ത്യക്ക് മറ്റു വികസ്വര രാജ്യങ്ങളെക്കാൾ ശേഷിയുണ്ടെന്ന് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസിന്റെ നിഗമനം. കരുത്തുള്ള ആഭ്യന്തര വളർച്ച, കയറ്റുമതിയിലെ കുറഞ്ഞ ആശ്രിതത്വം എന്നിവയെല്ലാം അനുകൂല ഘടകങ്ങൾ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.